നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ഇടതുമുന്നേറ്റമുണ്ടാകുമെന്ന് പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. UDFും വലതുപക്ഷ ചേരിയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും A. വിജയരാഘവൻ. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയും പ്രചരണ ചൂടിൽ. വല്ലപ്പുഴ ചൂരക്കോട് കരിങ്കൽ ക്വാറിക്ക് അനുകൂലമായി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ചമച്ചെന്ന് ആരോപണം. നടപടി ആവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ സമിതി പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും സമിതി നേതാക്കൾ. അട്ടപ്പാടിയിൽ വനത്തിൽ നിന്നും മാനിറച്ചിയുമായി 5 പേരെ വനം വകുപ്പ് പിടികൂടി. 100 കിലോ മാനിന്റെ ഇറച്ചിയും നാടൻ തോക്കും പിടിച്ചെടുത്തു. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് ജില്ലാ ഭരണകൂടം. പാലക്കാട് ജില്ലാ കളക്ടർ S. ചിത്രയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത് 9,879 സംരംഭങ്ങൾ. ജില്ലയിലേക്ക് വന്നത് 704.31 കോടിയുടെ നിക്ഷേപം. പദ്ധതിയിൽ 100% വിജയം നേടിയതിന്റെ ആഘോഷം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രം ഇടത്തോട്ട് ചായുമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുന്നേറ്റം നേടാൻ കഴിയും. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി കുമരംപുത്തൂരിലെത്തിയതായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശശിയും ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടം കേരളത്തിൽ LDFന് നേട്ടമാകും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFൽ ജനങ്ങൾക്ക് അന്ധമായ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ഏതാണ്ട് അസ്തമിച്ച സ്ഥിതിയാണ്. വലിയ തോതിൽ UDFും വലതുപക്ഷ രാഷ്ട്രീയ ചേരിയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും വിജയരാഘവൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതീക്ഷ UDFൽ നിന്ന് കുറേ നന്മയുണ്ടാവുന്നേ, അത് പൂർണ്ണമായും അബദ്ധമായി എന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒരിക്കലും സമൂഹ താല്പര്യത്തിനോ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കോ സാധാരണ മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്കോ സഹായകരമായ രൂപത്തിൽ പാർലമെന്റിനകത്ത് ഒരിടപെടലും നടത്താൻ UDF MPമാർക്ക് സാധിച്ചില്ല എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര BJP നടത്തുന്ന പരിശ്രമങ്ങളോട് സഹകരിക്കുന്ന സമീപനമാണ് UDF. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നിശബ്ദത പാലിക്കണം. ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കടുത്ത കടന്നാക്രമണം നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിലും കൂടുതലായിട്ടുണ്ടാവണം. അലനല്ലൂരിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. എടത്തനാട്ടുകര, തിരുവിഴാംകുന്ന്, കച്ചേരിപ്പടി, കോട്ടോപ്പാടം, കല്യാണക്കാപ്പ്, അവണക്കുന്ന്, അരിയൂർ തുടങ്ങിയ മേഖലകളിൽ പര്യടനവും നടത്തി. P. മനോമോഹനൻ, അയിലക്കര മുഹമ്മദ് അലി, AK അബ്ദുൽ അസീസ്, A. കുമാരൻ, SR ഹബീബുള്ള, കുത്തനിയിൽ ഖാദർ തുടങ്ങിയവർ കുമരംപുത്തൂരിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും പ്രചരണ ചൂടിലാണ്. പാർട്ടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പാലക്കാട് പ്രചരണം തുടങ്ങിയിരുന്നു C. കൃഷ്ണകുമാർ. കേരളത്തിൽ NDA പ്രതീക്ഷ വച്ചു പുലർത്തുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. മലമ്പുഴ പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന പ്ലാന്റായ ഇമേജിൽ C. കൃഷ്ണകുമാർ ചൊവ്വാഴ്ച രാവിലെ വോട്ടഭ്യർത്ഥനയുമായി എത്തി. തൊഴിലാളികളും ജീവനക്കാരും C. കൃഷ്ണകുമാറിനെ ഹാരാർപ്പണം നടത്തി. ജീവനക്കാരെയും കമ്പനിയിലെ മറ്റുള്ളവരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് C. കൃഷ്ണകുമാർ മടങ്ങിയത്. BJP, NDA നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കരിങ്കൽ ക്വാറിക്ക് അനുകൂലമായി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ചമച്ചെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം. വല്ലപ്പുഴ ചൂരക്കോട് പള്ളിപ്പടി കരിങ്കൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
ചൂരക്കോട് പള്ളിപ്പടിയിൽ കരിങ്കൽ ക്വാറി ലൈസൻസിന് വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ചു നൽകിയെന്നാരോപിച്ചും കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചൂരക്കോട് കരിങ്കൽ ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. സമരസമിതി രക്ഷാധികാരി MA മൊയ്തീൻകുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ മനുഷ്യർക്ക് നേരിടേണ്ടി വന്നത് എന്നന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ റവന്യൂ വകുപ്പും കോറി മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ചയ്ക്ക് നമ്മുടെ കേരളം വിധേയമാക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക. ഒട്ടേറെ മനുഷ്യ താമസിക്കുന്ന ജനവാസ മേഖലയായ ചൂരക്കോട് പള്ളിപ്പടിയിൽ സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് താലൂക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയുടെ പേരിൽ ശ്രീ സുകുമാരൻ ലൈസൻസിയായി ജനവാസ മേഖലയിൽ ഒരു ക്വാറി ആരംഭിക്കുന്നു. ആ ക്വാറിയുടെ നടത്തിപ്പ് ഇവിടെ ഈ സമരത്തിന് വന്നിട്ടുള്ള പല ആളുകളുടെയും മക്കളോ കുടുംബങ്ങളോ ബന്ധുക്കളോ ആണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ധാർഷ്ട്യത്തോടുകൂടി ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ ഈ ശ്രീ സുകുമാരന്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ തന്നെ 4 ക്വാറികളുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ സാലിമ സിദ്ദീഖ്, സമരസമിതി ചെയർമാൻ അഷ്റഫ് ചുങ്കത്ത്, കൺവീനർ അബ്ദുള്ള, ട്രഷറർ മുഹമ്മദ് എന്ന മണി, മുജീബ്, ഗഫൂർ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അട്ടപ്പാടി സമ്പാർക്കോട് വനത്തിൽ നിന്നും മാനിറച്ചിയുമായി 5 പേരെ വനംവകുപ്പ് പിടികൂടി. ഒരാൾ ഓടി രക്ഷപ്പെട്ട പ്രതിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് വനംവകുപ്പിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് സാമ്പാർക്കോട് വനത്തിൽ വനപാലകർ തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ 5 പേർ പിടിയിലായി. 6-മനായ മലപ്പുറം സ്വദേശി റിഷാദിനെ പിടികൂടാനായില്ല. മലപ്പുറം സ്വദേശികളായ സമീർ, മുഹമ്മദ് റാഫി, മുഹമ്മദ് മുസ്തഫ, അട്ടപ്പാടി സ്വദേശികളായ സോബി, നിജോ എന്നിവരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 100 കിലോ പുള്ളിമാന്റെ ഇറച്ചിയും നാടൻ തോക്കും പിടിച്ചെടുത്തു. VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെയും ക്ഷണിക്കാത്തത് വിവാദമാകുന്നു. കാരണം തിരക്കി രമേശ് ചെന്നിത്തല ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലെത്തി. VK ശ്രീകണ്ഠൻ MP അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്ററിന്റെയും മെഡിക്കൽ ICUവിന്റെയും ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നിർവഹിച്ചത്. ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP ആയിരുന്നു അധ്യക്ഷൻ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തെയോ UDFനെയോ നേരത്തെ അറിയിച്ചില്ലെന്ന പരാതിയാണ് ഉയരുന്നത്. ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ ഇടപെടലാണ് തിരഞ്ഞെടുപ്പ് അടുത്തിട്ടും ഇത്തരമൊരു നിലപാടിന് പിന്നിലെന്നാണ് ആരോപണം. ആശുപത്രിയിലെ ചടങ്ങിനിടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാടിന്റെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അസീസിനെ രമേശ് ചെന്നിത്തല ഫോണിൽ ബന്ധപ്പെടുകയും കോൺഗ്രസ് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ആശുപത്രിയിലെ ചടങ്ങ് കഴിഞ്ഞ ശേഷം ചെന്നിത്തല കോൺഗ്രസ് ഓഫീസിലെത്തി. അതേസമയം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനുമായ റഷീദ് ആലാനെയും ചടങ്ങിലേക്ക് വിളിച്ചിരുന്നില്ല. ഇത് മുസ്ലിം ലീഗിനുള്ളിലും ചർച്ചയായി. ജനതാദൾ നേതാവ് P. സെൽവന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയും പരാതി ഉയർന്നു. ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ നോട്ടീസ് തയ്യാറാക്കിയത് പാലക്കാട് നിന്നാണെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ മറുപടി പറഞ്ഞു. കോൺഗ്രസുകാരനായ MP നേതൃത്വം നൽകി നടത്തുന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെയും ലീഗ് മണ്ഡലം പ്രസിഡന്റിനെയും അറിയിക്കാത്തതിനെതിരെ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. രമേശ് ചെന്നിത്തലയോട് ഇക്കാര്യം ചില പ്രവർത്തകർ പരാതിപ്പെടുകയും ചെയ്തു. 10.35 കിലോ കഞ്ചാവുമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്നും 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ എക്സൈസിന്റെ പിടിയിൽ. മുർഷിദാബാദ് സ്വദേശികളായ ജുവൽ, റാഹിദുൽ മണ്ഡൽ എന്നിവരെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് പിടികൂടിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് നിന്നാണ് 10.35 കിലോ കഞ്ചാവുമായി 2 അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത്.
പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ 21-കാരൻ റാഹിദുൽ മണ്ഡൽ, 24-കാരനായ ജുവൽ എന്നിവരെയാണ് ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഒ സജിതയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് മണ്ഡലിനെയും ജുവലിനെയും പിടികൂടുന്നത്. ഇരുവരുടെയും ബാഗുകളിൽ നിന്നായി 5 കിലോഗ്രാം വീതം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഒറീസയിൽ നിന്ന് കൊണ്ടുവന്ന് ഒറ്റപ്പാലത്തെ അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിലെത്തി. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിലെ പോളിംഗ് സ്റ്റേഷനുകളിലും മറ്റും സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്കെത്തിയത്. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് നടക്കുന്നത്. ഇവിടെ ഇതിനായുള്ള സൗകര്യങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനു കൂടിയായിരുന്നു കളക്ടറുടെ സന്ദർശനം. മണ്ഡലതല റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നേരത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ജില്ലാ കളക്ടറും എത്തിയത്. കളക്ടർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ, പട്ടാമ്പി തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റ് ഉദ്യോഗസ്ഥരായ ടോംസ്, സയ്യിദ് മുഹമ്മദ്, KC കൃഷ്ണകുമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. 24 ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് എല്ലാ സൗകര്യങ്ങളും പോളിംഗ് ബൂത്തുകളിൽ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ സെന്ററുകളിലൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നീലകണ്ഠ കോളേജിൽ വന്നത്. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ, പോളിംഗ് മെറ്റീരിയൽ, പോളിംഗ് മെഷീൻ ഡിസ്ട്രിബ്യൂഷനും റിസപ്ഷനും നടക്കുക നീലകണ്ഠ കോളേജിൽ നിന്നാണ്. പലവട്ടം പരിശോധനകളും ഉറപ്പാക്കലൊക്കെ നടന്നതാണ്. എങ്കിലും DO എന്നുള്ള നിലയിൽ ഒന്നുകൂടി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തുന്നതിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും സ്വച്ഛമായിട്ട് ഇലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ ജില്ലയിൽ ഒരുക്കുന്നു. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത് 9,879 സംരംഭങ്ങൾ. 704.31 കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായ ഉന്നമന പദ്ധതിയിൽ 262 സംരംഭങ്ങളും ജില്ലയിൽ ആരംഭിച്ചു. 100% കൈവരിച്ചതിന്റെ ആഘോഷം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ 9,879 സംരംഭങ്ങൾ തുടങ്ങാനായി. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായ ഉന്നമന പദ്ധതിയിൽ 262 സംരംഭങ്ങളും ജില്ലയിൽ ആരംഭിച്ചു. ഈ രണ്ടു പദ്ധതിയിലും 100% വിജയം കൈവരിച്ചതിന്റെ പ്രഖ്യാപനവും ആഘോഷവും ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകരെ സഹായിക്കുന്ന നയമാണ് സർക്കാരിൻ്റെതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വിപണി അറിഞ്ഞ് ഗുണമേന്മയുള്ള ഉൽപ്പന്നം നൽകിയാൽ സംരംഭകർക്ക് വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സർപ്ലസ് വരുമ്പോഴേക്കും അഗ്രികൾച്ചറൽ സംബന്ധിച്ചോളം വളരെ ചീപ്പറായിട്ട് വിൽക്കേണ്ടി വരും. ടൊമാറ്റോ 100 രൂപയ്ക്ക് 1 കിലോ വിൽക്കേണ്ടി വരും, 2 രൂപയ്ക്കും 1 കിലോ വിൽക്കേണ്ടി വരും. പൈനാപ്പിൾ ചില സമയത്ത് ചെറിയ പ്രൈസിന് വിൽക്കേണ്ടി വരുന്നു, ചില സമയത്ത് വലിയ പ്രൈസിന് വിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി കൂടുതൽ വാല്യൂ അഡീഷൻ അതിന് വേണ്ടി വരും. കോൾഡ് സ്റ്റോറേജുകൾ വേണ്ടി വരും, പ്രോസസ്സിംഗ് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ വലിയൊരു സ്ട്രെങ്ത്, നമ്മുടെ രാജ്യത്തിലുള്ള ലോകത്തിൻ്റെ ഫുഡ് ക്രൈസിസിന് തന്നെ ഒരു സൊല്യൂഷനാണ് ഇന്ത്യ. അങ്ങനെയായിട്ടുള്ള പല രാജ്യങ്ങൾക്കും സോൾവ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിൽ ആ പൊട്ടൻഷ്യൽ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടി സാധിക്കുക. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ അനന്തമായ സാധ്യതകളാണ്. നമ്മുടെ കേരളത്തിലും അഗ്രികൾച്ചറിലോട്ട് തുണിഞ്ഞിറങ്ങാൻ പലരും താല്പര്യം കാണിക്കാത്തത് മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ 9,800 സംരംഭങ്ങൾ ആരംഭിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 79 എണ്ണം കൂടുതലായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1966 സംരംഭങ്ങൾ വനിതകളുടേതാണ്. 22,653 തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിച്ചത്. കാർഷികോൽപാദന, ഭക്ഷ്യ സംസ്കരണ മേഖലയിലാണ് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഗാർമെന്റ്സ്, എഞ്ചിനീയറിംഗ്, മരം അധിഷ്ഠിത വ്യവസായം, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, IT എന്നിവയും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ R ദിനേശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാനേജർമാരായ CK മുജീബ് റഹ്മാൻ, K പ്രശാന്ത്, A അബ്ദുൽ ലത്തീഫ്, M ശ്രീരാജ് എന്നിവർ സംസാരിച്ചു.
വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നല്ല സമൂഹത്തിന്റെ പുരോഗതി ഉണ്ടാവുക എന്നും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണ എരവിമംഗലം AMUP സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം MLA. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിന്റെ പുരോഗതി കൈവരിക്കാനാവൂ എന്നും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സ്കൂളുകൾ മത്സരിക്കുകയാണെന്നും MLA അഭിപ്രായപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ മാറ്റം എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ്. എത്ര നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത് തന്നെയാണ് ഇനിയുള്ള കാലത്തെ സമ്പാദ്യം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ കുറേ സ്ഥലം വാങ്ങിയിടുന്നത്, കുറേ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അതിലൊക്കെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടക്കച്ചവടമായിട്ട് കണ്ട കാലമായിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത്, പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ പോലെയുള്ള കുറച്ചുകൂടി പ്രബുദ്ധമായ ഒരു നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു കയ്യൊപ്പ് ചാർത്താൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളുകളിലെല്ലാം പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി കോമ്പറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ വിജയിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലാണ്. എരവിമംഗല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടം. ഷിൻസി ടീച്ചറടക്കം ഇവിടെ ഒരുപാട് അധ്യാപകർ വളരെ പ്രമുഖമായിട്ട് തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മറ്റു കാര്യങ്ങളിലുള്ള മികവുറ്റ പ്രകടനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച അധ്യാപകരുള്ള ഒരു സ്കൂളാണ്, വളരെ മികച്ച അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കുട്ടികളെ കൂടുതൽ മികവുറ്റവരാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടികളെ മികച്ചവരാക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്നും MLA പറഞ്ഞു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ അമ്പിളി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ TP ഉഷാകുമാരി, K ഗീത, K പ്രേമലത എന്നിവർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഉപഹാരങ്ങൾ വിരമിക്കുന്ന അധ്യാപികമാർക്ക് സമർപ്പിച്ചു. വിദ്യാർത്ഥിനി KP ഫാത്തിമ ഹിത വരച്ച വിരമിക്കുന്ന 3 അധ്യാപികമാരുടെയും ചിത്രം ചടങ്ങിൽ കൈമാറി. വിദ്യാർത്ഥികളായ ഷയാൻ, നജിഫ, ഹുസൈന ഷെറീൻ, ആലിയ ഫാത്തിമ എന്നിവർ ചേർന്ന് സ്കൂളിൻ്റെ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം MLAക്ക് നൽകി. പ്രഥമാധ്യാപകൻ P ഹംസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, നഗരസഭാ കൗൺസിലർമാരായ K സുബ്രഹ്മണ്യൻ, KP ഹുസൈൻ റിയാസ്, CT ഷെർലിജ, സ്വാഗത സംഘം ചെയർമാൻ മൻസൂർ KP, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, സ്കൂൾ മാനേജർ PP ലീലാവതി, PTA പ്രസിഡന്റ് CK നൌഫൽ, MPTA പ്രസിഡന്റ് CK റസീന, സ്കൂൾ അലുമിനി അസോസിയേഷൻ ചെയർമാൻ CK സക്കീർ ഹുസൈൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ പത്മരാജൻ, അധ്യാപക പ്രതിനിധി K ഇന്ദിര, പൂർവ്വ അധ്യാപകരുടെ പ്രതിനിധി K ഇന്ദിര, സ്കൂൾ ലീഡർ മുഹമ്മദ് ഷെറീൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരോടും രക്ഷിതാക്കളോടുമുള്ള ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞാണ് കുട്ടികൾ വളരേണ്ടതെന്ന് നടൻ വിനോദ് കോവൂർ പറഞ്ഞു. പെരിന്തൽമണ്ണ ചെറുകര AUP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിനോദ് കോവൂർ. പെരിന്തൽമണ്ണ ചെറുകര AUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നടൻ വിനോദ് കോവൂർ എത്തിയത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അതിശയിപ്പിച്ചു. കലാകാരനായതാണ് തന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നേട്ടങ്ങൾക്കും കാരണമായതെന്ന് വിനോദ് പറഞ്ഞു. അധ്യാപകരോടും രക്ഷിതാക്കളോടുമുള്ള ബഹുമാനവും ആദരവും കുട്ടികളിൽ ഇല്ലാതാവരുത്. സ്നേഹബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞാണ് മക്കൾ വളരേണ്ടതെന്നും വിനോദ് കോവൂർ പറഞ്ഞു.
ഒരുപാട് കുട്ടികളെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമ്മമാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. ഞാനും ഒരു 4 വർഷം കുട്ടികളെ പഠിപ്പിച്ചത് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ. ഞാനൊരു കുട്ടിയെ പോലും അടിച്ചിട്ടില്ല, ഒരു കുട്ടിയെയും ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞിട്ടില്ല. സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഏത് സ്കൂളിലും അങ്ങനെയാണ്. അടിക്കാത്ത ടീച്ചർമാരോട് കുട്ടികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്, അടിക്കുന്ന ടീച്ചർമാരോട് ഒരു വല്ലാത്ത ദേഷ്യവും പേടിയും. അങ്ങനെ പേടിച്ചിട്ട് വളരേണ്ടവരല്ല. ഇപ്പം ചില വീടുകളിലൊക്കെ രാത്രി കുട്ടികളിരുന്ന് പഠിക്കുകയും അല്ലെങ്കിൽ കളിക്കുകയും ചെയ്യുന്ന സമയത്ത് അമ്മ അച്ഛൻ വരുന്നുണ്ടേ, അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അമ്മ പറയുമ്പോഴേക്ക് കുട്ടികൾ പേടിച്ച് പുസ്തകം എടുത്ത് വേഗം വായിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയല്ല, ഒരച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾ പേടിക്കരുത്, കുട്ടികൾ സന്തോഷിക്കണം. അച്ഛൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മറത്ത് പോയിട്ട് എവിടെ എൻ്റെ അച്ഛൻ എന്ന് നോക്കുന്ന രീതിയിലായിരിക്കണം. പേടിച്ച് വളരാൻ പാടില്ല. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടിയോട് നിങ്ങൾ ഒരിക്കലും ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് ചോദിക്കരുത്. ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ വിശേഷം ഉണ്ടായെന്ന് ചോദിക്കും. അത് സ്നേഹത്തോടെ ചോദിക്കും. അപ്പോൾ കുട്ടികളുടെ വിശേഷങ്ങൾ പറയും. അമ്മേ, സ്കൂളിൽ നമ്മളെ ലളിത ടീച്ചർ മുട്ടുകുത്തി വീണെങ്കിൽ ലളിത ടീച്ചറെ മുട്ട് പൊട്ടി, ചോരയൊക്കെ വന്നു, ടീച്ചർമാർ മരുന്നൊക്കെ വെച്ചെടുത്തു. പിന്നീട് നമ്മളെ ആയിഷ ടീച്ചറില്ലേ അമ്മേ, ആയിഷ ടീച്ചർ പ്രസവിക്കാൻ പോവുക, ഇനി 4 മാസം ഉണ്ടാവില്ല പറയും, പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ അമ്മേ കണക്കിൻ്റെ പേപ്പർ കിട്ടിയിട്ടോ, നിങ്ങളല്ല പറഞ്ഞ് ഞാൻ തോക്കുന്നു, എനിക്ക് 34 മാർക്കുണ്ട്, ഞാൻ ജയിച്ചു. ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും കുട്ടികൾ പറയും സന്തോഷത്തോടെ. അത് കേൾക്കണം. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക ES ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാന വിതരണവും കുട്ടികളുടെ കയ്യെഴുത്തും മാസിക ബാലമോദനിയുടെ പ്രകാശനവും പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി അനിൽ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി, ഗിരിജ, സെൽമ കുന്നക്കാവ്, BPC MP സുനിൽകുമാർ, PTA പ്രസിഡന്റ് T അബ്ദുൽ ലത്തീഫ്, MPTA പ്രസിഡന്റ് PK സൈഫുന്നിസ, റിട്ടയർഡ് പ്രധാനാധ്യാപകരായ NP നാരായണൻ, K സത്യഭാമ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ PP വാസുദേവൻ, സീനിയർ അസിസ്റ്റന്റ് AP ശാന്തി, സ്റ്റാഫ് സെക്രട്ടറി CB അജിത്, സ്കൂൾ ലീഡർ K മേഘ തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലമായി സ്കൂളിൽ സേവനം നടത്തിവരുന്ന അധ്യാപകേതര ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒറ്റപ്പാലം പനമണ്ണ UP സ്കൂളിന്റെ 115-ാം വാർഷികവും പുതുതായി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനവും മാർച്ച് 7-ന് നടക്കും. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം പനമണ്ണ UP സ്കൂളിന്റെ 115-ാം വാർഷികവും പുതുതായി നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനവുമാണ് മാർച്ച് 7-ന് വൈകിട്ട് 5:30-ന് സംഘടിപ്പിക്കുന്നത്. 1909-ൽ പനമണ്ണയിലെ പ്രമുഖ തറവാടായ കയറാട്ട് കുടുംബത്തിലെ കാരണവർ രാരു നായർ സ്ഥാപിച്ചതാണ് പനമണ്ണ UP സ്കൂൾ. നെയ്ത്ത് കമ്പനിയും തീപ്പെട്ടി കമ്പനിയും നടന്നിരുന്ന കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റിയതുകൊണ്ട് കമ്പനി സ്കൂൾ എന്ന് ഇന്നും നാട്ടുകാർ പേര് വിളിക്കുന്നു. LKG, UKG ക്ലാസുകൾ ഉൾപ്പെടെ 1 മുതൽ 7 വരെ ക്ലാസുകളാണ് ഇപ്പോൾ 800ഓളം കുട്ടികളുള്ള പനമണ്ണ UP സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത്. മലയാളം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ പ്രവർത്തിക്കുന്നു. കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളുകളിൽ മുൻനിരയിൽ തന്നെയാണ് പനമണ്ണ UP സ്കൂൾ നിലനിൽക്കുന്നത്. കലാകായിക ശാസ്ത്രോത്സവ രംഗത്ത് മികച്ചു നിന്നുകൊണ്ടാണ് സ്കൂളുകൾ ജൈത്രയാത്ര തുടരുന്നത്. 27 അധ്യാപക അനധ്യാപകർ സ്കൂളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. P മമ്മിക്കുട്ടി MLA വാർഷികവും കെട്ടിട ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പനമണ്ണ UP സ്കൂളിന്റെ 115-ാം വാർഷികവും അതേപോലെ തന്നെ കെട്ടിടോദ്ഘാടനവും ഈ വരുന്ന മാർച്ച് 7-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ബഹുമാന്യനായ ഷൊർണൂർ MLA ശ്രീ മമ്മിക്കുട്ടി അവർകൾ നിർവഹിക്കുകയാണ്. ആ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അനങ്ങടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ അവർകളാണ്. മുഖ്യ അതിഥിയായിട്ട് സിനിമാ പിന്നണി ഗായകനായ സിയാദ് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഈ അവസരത്തിൽ പങ്കെടുക്കുന്നു. അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ അധ്യക്ഷനാകും. സിനിമാ പിന്നണി ഗായകൻ K സിയാദ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒറ്റപ്പാലം AEO C സത്യപാലൻ ഉപഹാര സമർപ്പണം നടത്തും. മാനേജ്മെന്റ് പ്രതിനിധി V ശ്രീഹരി പ്രഭാഷണം നിർവഹിക്കും. പ്രധാനാധ്യാപിക P ബീന, MT സൈനുൽ ആബിദീൻ, P ഹേമ ഷീജ,
PK നിർമ്മല, R പ്രതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ചന്തപ്പുര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ഓഫീസ് യാഹു സ്മാരക മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ PK ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മുഖ്യ ഭാരവാഹിയായ ഒരു സംഘടനയുടെ ഒരു സാധാരണ യൂണിറ്റ് കമ്മിറ്റിക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുന്നത്, സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക എന്നെല്ലാം പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കാത്ത അനൽപമായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ആ സന്തോഷം ആദ്യമായി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായ തൊഴിലാളി പ്രസ്ഥാനമായി CITU ജില്ലാ കമ്മിറ്റി അംഗം KS മധു അധ്യക്ഷത വഹിച്ചു. ഓഫീസിനകത്ത് യാഹുവിന്റെ ഛായാചിത്രം CPIM ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷനും നാസറിന്റെ ഛായാചിത്രം CITU ഡിവിഷൻ പ്രസിഡന്റ് M മോഹനനും അനാച്ഛാദനം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VM മുരുകൻ, CITU ഡിവിഷൻ സെക്രട്ടറി PK ശശിധരൻ, നേതാക്കളായ K സുബ്രഹ്മണ്യൻ, V സിദ്ദീഖ്, CITU ചന്തപ്പുര യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ, സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. ഓഫീസ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം കോടനാട്ടുമന ഭവദാസൻ മാസ്റ്റർ സൗജന്യമായാണ് യൂണിറ്റിന് നൽകിയത്. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ക്ലസ്റ്റർ തലത്തിൽ മധുരം എന്ന പേരിൽ വയോജന സംഗമം നടത്തി. ശ്രീകൃഷ്ണപുരം കുടുംബശ്രീ CDSന്റെ ആദ്യ ചെയർപേഴ്സണായിരുന്ന M രാധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് വയോജന സംഗമം നടത്തിയത്. അതൊക്കെ സഹിച്ച് നമ്മളിത് അത്യാവശ്യം ആസ്വദിച്ച് വേണം പോകാനായിട്ട്. ഒന്നുകൂടി പറയാനുള്ളത്, ഈ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇത് തുടങ്ങുന്ന കാലത്ത് 2 രൂപ വെച്ചിട്ടാണ് അന്നത്തെ നമ്മുടെ പിരിവ്, അതായത് നിക്ഷേപം. അതൊക്കെ നമ്മൾ മാറി ഇന്ന് നല്ല നിലയിൽ ഒരു കുടുംബശ്രീ ആയി മാറിയിരിക്കുന്നു. പോരാത്തതിന് കുട്ടികളെല്ലാവരും വളരെ വിപുലമായി രംഗത്തിറങ്ങി അവർക്ക് എല്ലാം പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സൗമ്യ T, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, CDS ചെയർപേഴ്സൺമാരായ രുക്മണി MC, സിമി സോമരാജൻ, ഇന്ദിര, പ്രിയ, ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 200-ലധികം ആളുകൾ പങ്കെടുത്തു. നാടൻപാട്ട്, ഫ്യൂഷൻ ഡാൻസ്, കണ്ണേറുപാട്ട്, മാജിക്, ഗാനമേള, വയോജനങ്ങളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. അലനല്ലൂർ കർക്കിടാംകുന്ന് KMM AMLP സ്കൂളിന്റെ പുതിയ 2 ഹൈടെക് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MPയും സ്കൂളിന്റെ 106-ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപിക ആബിദയ്ക്ക് നൽകിയ യാത്രയപ്പ് സമ്മേളനവും N ശംസുദ്ദീൻ MLAയും ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PM മധു, പ്രധാന അധ്യാപിക TK അബ്ദുൾ റസാഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൗക്കത്ത് അലി, അനിത വിത്തനോട്ടിൽ, മാനേജ്മെന്റ് പ്രതിനിധി ഹബീബുള്ള അൻസാരി, PTA പ്രസിഡന്റ് AT യൂനസ്, മനാഫ് ആര്യടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയുടെയും ട്രോമ കെയർ ശ്രീകൃഷ്ണപുരം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരിമ്പുഴ AUP സ്കൂളിൽ വെച്ച് അപകട രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ നിഷാരാമൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അക്ഷരക്കൂട്ടം വായനശാല പ്രസിഡന്റ് M സെയ്ദലവി അധ്യക്ഷത വഹിച്ചു. രാജു KR, KB സത്യരാജ് എന്നിവർ സംസാരിച്ചു. ട്രോമ കെയർ ജില്ലാ കോർഡിനേറ്റർ മണി ശ്രീലക്ഷ്മി, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുരുകേഷ് PT, രാജൻ P, സുരേഷ് T എന്നിവർ ക്ലാസ് നയിച്ചു. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷ പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം സോപാന നൃത്തലയം നടന്നു.
ഇല്ലം കലാകേന്ദ്രം തൃപ്പൂണിത്തറയാണ് നൃത്തലയം അരങ്ങിലെത്തിച്ചത്. ശിവരാത്രി ദിവസം രാഗതീർത്ഥം ലൈവ് മ്യൂസിക് ഷോ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇത്തവണ ഇടതുമുന്നേറ്റമുണ്ടാകുമെന്ന് പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. UDFും വലതുപക്ഷ ചേരിയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും A. വിജയരാഘവൻ. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയും പ്രചരണ ചൂടിൽ. വല്ലപ്പുഴ ചൂരക്കോട് കരിങ്കൽ ക്വാറിക്ക് അനുകൂലമായി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ചമച്ചെന്ന് ആരോപണം. നടപടി ആവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ സമിതി പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും സമിതി നേതാക്കൾ. അട്ടപ്പാടിയിൽ വനത്തിൽ നിന്നും മാനിറച്ചിയുമായി 5 പേരെ വനം വകുപ്പ് പിടികൂടി. 100 കിലോ മാനിന്റെ ഇറച്ചിയും നാടൻ തോക്കും പിടിച്ചെടുത്തു. സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് ജില്ലാ ഭരണകൂടം. പാലക്കാട് ജില്ലാ കളക്ടർ S. ചിത്രയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെത്തി സൗകര്യങ്ങൾ വിലയിരുത്തി. സംരംഭക വർഷം 2.0 പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത് 9,879 സംരംഭങ്ങൾ. ജില്ലയിലേക്ക് വന്നത് 704.31 കോടിയുടെ നിക്ഷേപം. പദ്ധതിയിൽ 100% വിജയം നേടിയതിന്റെ ആഘോഷം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.